ഹേയ് ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പ്യുവർ വെജിറ്റേറിയൻ കട്ട്ലറ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ബീറ്റ്റൂട്ടും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഓടിപ്പോയി നോക്കാം. ഇതാ ഒരു പാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളൊരു 2-2.5 സ്പൂണോളം നെയ്യ് കാണും. അത് നമ്മൾ പാത്രം ചൂടായി വന്നതിന് ശേഷം ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു മീഡിയം സൈസ് സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല അത്രയ്ക്ക് ടേസ്റ്റി, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ്. ഉറപ്പായിട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കണം. അത്ര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ആ സവാളയൊക്കെ ഒരുവിധം ഒന്ന് വഴണ്ട് വരാറായിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും, അതുപോലെ തന്നെ നല്ല എരിവുള്ള ഒരു മുളകാണ് കേട്ടോ. ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാവേ. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ശകലം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ. ആരും അങ്ങനെ കമൻറ്റ് ചെയ്യുന്നില്ല, എന്താണെന്നറിയില്ല. നിങ്ങൾക്കൊക്കെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പ്ലീസ് ഒന്ന് അറിയിക്കണം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം ഒരു മുഴുത്ത ഒരു ബീറ്റ്റൂട്ടാണ് എടുത്ത് വെച്ചിരുന്നത്. ആ ബീറ്റ്റൂട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തതാണ്. അത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. നമുക്ക് ഈ ബീറ്റ്റൂട്ടിൻ്റെ അകത്ത് അത്യാവശ്യം വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ കിടന്ന് ഈ ബീറ്റ്റൂട്ടും സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി എല്ലാം യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ചൊക്കെ വേവിച്ചെടുക്കാവേ. അപ്പോൾ ബീറ്റ്റൂട്ടിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അത്യാവശ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പം ബീറ്റ്റൂട്ടിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ ഇളക്കി നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒതുക്കി ഒന്ന് വെച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ടൊന്ന് അടച്ചു കൊടുക്കാവേ. അടച്ചൊരു 5-6 മിനിറ്റ് ബീറ്റ്റൂട്ട് വേവുന്ന ആ ഒരു സമയത്ത് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാവേ. ബീറ്റ്റൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ബീറ്റ്റൂട്ട് സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കിഴങ്ങും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങാണ്, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്ത് ഉപ്പിട്ട് പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇതും കൂടി നമുക്ക് ഈ ബീറ്റ്റൂട്ടിൻ്റെ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ. നിങ്ങൾക്ക് കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുമല്ലോ എന്നോർത്താണ് കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇല്ല എന്നുണ്ടെങ്കിൽ ബീറ്റ്റൂട്ട് വെച്ച് മാത്രമാണെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കിഴങ്ങ് ചേർത്തേ പറ്റൂ എന്നൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന പൊടികളാണ്. ആദ്യം ചേർത്ത് കൊടുത്തേക്കുന്നത് ഗരം മസാലയാണ്. ഗരം മസാല 1.5 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. നമ്മൾ 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂണോളം കുരുമുളക് ഒന്ന് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ പൊടികളെല്ലാം നന്നായിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു കട്ട്ലറ്റാണ് നമ്മളിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു 3 ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പം കറക്റ്റ് ഷേപ്പിന് കിട്ടാനും ഇച്ചിരി ഇതായിട്ടിരിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബ്രെഡ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് മിക്സായി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ.
നന്നായിട്ടെല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ പീസ് ആണ്. ഈ ഒരു കപ്പോളം ഗ്രീൻ പീസ് ഞാൻ ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഗ്രീൻ പീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ ഇതുപോലെ ഇതെല്ലാം കൂടി ഇനി ഒന്ന് ഇളക്കിയെടുക്കണം. ഉപ്പുണ്ടോ എന്ന് നോക്കുക. ആവശ്യം ആണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ് ആയിരിക്കും കേട്ടോ. നമ്മളിതിൽ മുട്ടയൊന്നും ആഡ് ചെയ്യുന്നില്ല. പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള കട്ട്ലറ്റ് ആയിരിക്കും. അപ്പോൾ അതാ ഇതെല്ലാം കൂടി ഒന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് എടുക്കണം. അത് തണുത്തതിന് ശേഷം മാത്രം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ 3 പാത്രത്തിൽ ഓരോ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തേതിലെന്ന് പറയുന്നത് നമ്മളിപ്പോൾ തയ്യാറാക്കിയ കട്ട്ലറ്റിൻ്റെ മിക്സ്, പിന്നെ കോൺഫ്ലവർ ആണ്. ഇത് കോൺഫ്ലവറിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ആ മിക്സ് എടുത്തതിന് ശേഷം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ റൗണ്ടിൽ എടുത്തിട്ട് കുറച്ച് ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. കട്ട്ലറ്റിൻ്റെ ഒരു ഏകദേശ ഷേപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ എടുത്തതിന് ശേഷം ഈ മാവിൻ്റെ മിക്സില്ലേ, കോൺഫ്ലവറിൻ്റെ ആ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഈ കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ മൈദ മാവിൽ ശകലം ഉപ്പിട്ടതിന് ശേഷം ഇതുപോലൊന്ന് ഒരു ബാറ്ററാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലൊന്ന് തയ്യാറാക്കിയതിന് ശേഷം ഇനി നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഓയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എല്ലാം അങ്ങനെ തന്നെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഓയിൽ തിളച്ചതിന് ശേഷം ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ വേഗം ചെയ്തെടുക്കാവേ. ഇതാ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും കട്ട്ലറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പം വേഗം നല്ല മഴയല്ലേ ഇപ്പം. മഴ സമയത്ത് ഇതുപോലെ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കി ചായയുടെ കൂടെയൊക്കെ കഴിച്ചുകൊണ്ട് മഴയൊക്കെ ആസ്വദിച്ചിരിക്കാൻ അടിപൊളിയല്ലേ. അപ്പോൾ അതാ നമുക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ഇതാ ഇതുപോലെ ഒരു പാനിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. തീയ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാവേ. ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ ഞാൻ അത്യാവശ്യം വലിയ പാത്രം ആയതുകൊണ്ടാണ് ഇത്രയും അടുപ്പിച്ചടുപ്പിച്ച് ഇട്ട് കൊടുത്തത്. അത്യാവശ്യം ഇടയുള്ള പാത്രം ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഒരു വശം ഒന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ കട്ട്ലറ്റിൻ്റെ അകത്ത് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് പൊട്ടി പോകും. നമ്മൾ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഒരു കാരണവശാലും ഇത് ഒരു വിള്ളൽ പോലും ഇതിന് സംഭവിക്കുകയില്ല കേട്ടോ. പൊട്ടിപ്പോകത്തേ ഇല്ല, നന്നായിട്ട് കിട്ടുന്നതായിരിക്കും. ഇതാ കണ്ടോ, ഒരു വശം നന്നായിട്ടൊന്നായി വന്നിട്ടുണ്ട്. ഇനി മറ്റേ വശം കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ കളറൊന്നും മാറുകയില്ല, നല്ല അടിപൊളി കളറിൽ തന്നെ ഇരിക്കും ഈ കട്ട്ലറ്റ്. കഴിക്കാൻ തന്നെ ഈ കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഇതാണല്ലേ. അപ്പം കഴിക്കുമ്പോൾ അടിപൊളിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ്. ഈ 2 വശവും നന്നായിട്ടൊന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ എണ്ണ പോകുന്ന ഒരു പാത്രത്തിലോട്ട് ഇത് കോരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തിനാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി ചെയ്യുക. എന്നിട്ട് ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷൻ എനേബിൾ ആക്കി വെച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നേക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റാണ് നമ്മളിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളത്, അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാവരും തയ്യാറാക്കി കൊടുക്കണം മക്കൾക്കൊക്കെ. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ എല്ലാം കൂടി ഒന്ന് കോരി എടുത്തിട്ടുണ്ട്.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കഴിച്ച് നോക്കാം. അപ്പം ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യുക, നല്ലതാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.